ഭൂമിയിലെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ അഭിവാദനം. പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രധാന സാരഥിയായ ബേബി മണക്കുന്നേലിന് എൻ്റെ നന്ദി. എൻ്റെ ഹ്യൂസ്റ്റണിലുള്ള സുഹൃത്ത് ബാബു ജോസഫ് വഴിയാണ് ശ്രീ ബേബി എന്നെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. ഞാൻ 6 പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യം വളരെ ചെറുപ്പത്തിൽ 1977 ആദ്യം ഞാൻ വന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാൻ ഫ്രാൻസിസ്കോ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള ഏക ഡെലിഗേറ്റായിരുന്നു ഞാൻ. ആ യാത്രയിൽ ഞാൻ ഹോളിവുഡ് സന്ദർശിച്ചു. 1 മാസത്തോളം ഹോളിവുഡിൽ താമസിച്ചു. ഡിസ്നിലാൻഡ് സന്ദർശിച്ചു. പിന്നീട് 1984 എനിക്ക് അമേരിക്കയിലെ 42 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും സർവേയും പഠിപ്പിച്ച ഡോക്ടർ ഗിരിജ വല്ലഭൻ ടെക്സസിലെ ലബക് സർവകലാശാലയിൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ മേധാവിയായിരുന്നു. അദ്ദേഹവും ഞാനും ഒരുമിച്ചാണ് ഈ കാറിൽ ഈ 42 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയത്. അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. റോക്കി മൗണ്ടൻസിൽ പോയിട്ടുണ്ട്, മൗണ്ട് റഷ്മോർ പോയിട്ടുണ്ട്, അതായത് പഴയ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖം കൊത്തിവെച്ചിരിക്കുന്ന ആ മലയിൽ പോയിട്ടുണ്ട്. ലാസ് വേഗാസിൽ ലോകത്തിലെ ഗാംബ്ലിംഗ് കേന്ദ്രമായ ലാസ് വേഗാസിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ന്യൂയോർക്കിൽ പല പ്രാവശ്യം താമസിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അമേരിക്കയോട് അടുത്ത ആത്മബന്ധമുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചില അദൃശ്യ ബന്ധങ്ങളുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സാഹസികനായ നാവികൻ ഏഷ്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചാണ് തൻ്റെ കപ്പൽ യാത്ര തുടങ്ങിയത്. പക്ഷെ അദ്ദേഹം ചെന്നെത്തിയത് തെക്കേ അമേരിക്കയിലാണ്. അത് ഇന്ത്യയാണെന്നാണ് കൊളംബസ് വിശ്വസിച്ചത്. എന്തിന്? കൊളംബസ് മരിക്കുന്നത് വരെയും താൻ വന്ന സ്ഥലം ഇന്ത്യയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അത് ദക്ഷിണ അമേരിക്കയാണ് എന്ന് അദ്ദേഹം ഒരിക്കലും സമ്മതിച്ചില്ല. അപ്പം അങ്ങനെ അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസ് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് നമ്മുടെ നാട്ടിൽ വരാനാണ്. അതാണ് നമ്മുടെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം. അമേരിക്കയുടെ മറ്റൊരു പ്രത്യേകത, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഒരു വശത്ത് അലറിത്തുള്ളുന്ന അറ്റ്ലാന്റിക് സമുദ്രം, എപ്പോഴും പ്രക്ഷുബ്ധമായ സമുദ്രം, എതിർവശത്ത് അങ്ങേയറ്റം ശാന്തിയുടെ പ്രതീകമെന്ന് പറയാവുന്ന ശാന്തസമുദ്രം. അപ്പോൾ പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും മധ്യത്തിലാണ് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. അത് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കാണാവുന്ന 2 അറ്റങ്ങളാണ്. നമ്മുടെ മനസ്സ് പസഫിക് സമുദ്രമാക്കണോ അതോ അറ്റ്ലാന്റിക് സമുദ്രമാക്കണോ എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം. കാരണം അങ്ങേയറ്റം ശാന്തമായി മനസ്സെ നിലനിർത്താൻ നമുക്ക് കഴിയും, അങ്ങേയറ്റം പ്രക്ഷുബ്ധമാക്കാനും കഴിയും. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഈ സമാധാനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ലക്ഷ്യം, നമ്മൾ ഈശ്വര വിശ്വാസത്തിലേക്ക് പോയത്, ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്, പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് എല്ലാ മതവിശ്വാസികളും കണ്ടെത്താനുള്ള കാരണം സമാധാനം തേടിയുള്ള നമ്മുടെ യാത്രയാണ്. എന്താണ് ഇതിനൊരു അവസാനം? എവിടെയാണ് ഇതിൻ്റെ തുടക്കം? അല്ലെങ്കിൽ ഞാൻ ആരാണ്? എന്നോട് എന്നെ ചോദിക്കും, ഞാൻ ആരാണ്? എൻ്റെ തുടക്കം എങ്ങനെയാണ്? എൻ്റെ അവസാനം എന്തായിരിക്കും? ഇത്തരം ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരു ഉത്തരം കണ്ടെത്തിയത്, ദൈവം.
അത് ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ദൈവം ഒന്നേ ഉള്ളൂ. ഇപ്പം ഹിന്ദുമതത്തിൽ പല ദൈവങ്ങളെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആചാരം മാത്രമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞവനാണ് ഹിന്ദു. ഞാൻ ബ്രഹ്മമാകുന്നു, ഓൺലി വൺ ഗോഡ് എന്നാണ് ഹിന്ദുമതം പറയുന്നത്. ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ തന്നെയാണ് ദൈവം, ബ്രഹ്മമാണ് ദൈവം. അതുപോലെ ക്രിസ്തുമതത്തിൽ നമ്മൾ ദൈവപുത്രനായ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ ഒരു കവി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാന വസ്തുത, എൻ്റെ പാട്ടുകൾ, ധാരാളം പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 3000-ത്തിലധികം പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സിനിമയ്ക്കും ഓണത്തിന് വേണ്ടിയും അല്ലാതെ വിവിധ കാസറ്റ് കമ്പനികൾക്കൊക്കെ വേണ്ടി 3000-ത്തിലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ധാരാളം ക്രിസ്ത്യൻ ഗാനങ്ങളുണ്ട്, ധാരാളം ഹിന്ദു ഭക്തി ഗാനങ്ങളുണ്ട്, ഇസ്ലാം ഗാനങ്ങളുമുണ്ട്. അപ്പോൾ ഏതാണ് എൻ്റെ മതം എന്ന് ചോദിച്ചാൽ അത് വ്യക്തമാക്കാൻ ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്. നിങ്ങൾ കേരളം എന്നല്ല, ലോകം മുഴുവനുള്ള ക്രിസ്ത്യൻ സമൂഹം ക്രിസ്മസ് കാലത്തെ കരോൾ പാട്ടായി ഉപയോഗിക്കുന്ന ഒരു പ്രശസ്ത ഗാനമുണ്ട്. രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവൻ്റെ ദേവൻ എഴുന്നള്ളുന്നു. ഈ പാട്ട് ഞാൻ എഴുതിയതാണെന്ന് പലർക്ക് പാടുന്നവർക്ക് ആർക്കും അറിയില്ല. ജീസസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ എഴുതി. ജോസഫ് കൃഷ്ണ, MS വിശ്വനാഥൻ്റെ പ്രധാന ശിഷ്യനായ ജോസഫ് കൃഷ്ണ ഈണം പകർന്ന പാട്ടാണിത്. അത്യുന്നതങ്ങളിൽ നാമം വാഴ്ത്തപ്പെടുമെന്നാണ് പാട്ട് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡ് വെർഷനാണ് രാജാവിൻ രാജാവ് എഴുന്നള്ളൂ എന്നത്. അപ്പം ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത കേരളത്തിലെ, പ്രത്യേകിച്ചും ഈ ഇടനാട്ടിലെ കോഴഞ്ചേരി, റാന്നി തുടങ്ങിയ പ്രദേശത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കഥ പറയുന്ന ജീവിതം ഒരു ഗാനം, അത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അതായത് മരച്ചീനി കൃഷിയിൽ നിന്ന് റബ്ബറിലേക്ക് വളർന്ന അധ്വാനിക്കുന്ന ക്രിസ്ത്യാനികളുടെ കഥയാണ്. അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുടെ കഥയാണ് ജീവിതം ഒരു ഗാനം. ആ പാട്ടിൽ വളരെ പ്രശസ്തമായൊരു ഗാനമുണ്ട്. ഒരു ചർച്ച് കൊയർ ഗാനമാണ്, അതും നിങ്ങൾക്കറിയാം. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക സത്യനായക മുക്തിദായക. അപ്പോൾ രസകരമായൊരു അനുഭവമുണ്ട്. ഞാനൊരിക്കൽ ബോംബെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്നത് ഒരു ബിഷപ്പാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ബഹുമാന്യനായ ബിഷപ്പാണ്. അപ്പോൾ ബിഷപ്പിന് എന്നെ പരിചയമില്ല. അദ്ദേഹം സിനിമകളൊന്നും കാണാറില്ല, അധികം കവിതകളൊന്നും വായിക്കാറുമില്ല. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സിനിമ നിർമ്മിക്കുന്നുണ്ട്, സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്, പാട്ടുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ എഴുതിക്കൂടെ? ഞാൻ ധാരാളം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അച്ഛൻ എഴുതിയ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഏതാണ്? സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക, ഞങ്ങളുടെ ഒരു അച്ഛൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ഞാൻ എഴുതിയ പാട്ടാണ്, ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത സിനിമയിൽ ഞാൻ എഴുതിയ പാട്ടാണ്, MS വിശ്വനാഥൻ ഈണം പകർന്ന പാട്ടാണ്, യേശുദാസ് ആലപിച്ച പാട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ എന്നെ നോക്കിയത്. പിന്നീട് ഫാദർ കൊർണേലിയസ് എന്ന് പറഞ്ഞ ബിഷപ്പ് കൊർണേലിയസ്, അദ്ദേഹം വളരെ വലിയ വാരാപ്പുഴ ബിഷപ്പായിരുന്നു. അദ്ദേഹം പാട്ടുകൾ എഴുതും, കവിത എഴുതും. ഞങ്ങൾ തമ്മിൽ അടുത്ത് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തെറ്റൊന്നുമില്ല, തമ്പിയും 2 കുട്ടികളുടെ അച്ഛനല്ലേ, ഒരച്ഛൻ എഴുതിയ കവിതയാണ് എന്ന് പറയാം എന്ന് അദ്ദേഹം തമാശയായി പറഞ്ഞു. ഈ പാട്ട് എഴുതുമ്പോൾ
ഞാൻ ക്രിസ്തുമത വിശ്വാസിയാണ്, അല്ലാതെ എനിക്ക് എഴുതാൻ സാധ്യമല്ല. ഉപ്പ് നല്ലത് തന്നെ, പക്ഷേ അതിന് കാരമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ചോദിക്കുന്ന പോലെ എന്താണ് ബൈബിൾ എന്ന് അറിയാതെ ഒരിക്കലും സത്യനായക എന്ന പാട്ട് എഴുതാൻ സാധ്യമല്ല. അപ്പം ഇതെഴുതുമ്പോൾ ഞാൻ ക്രിസ്തുമത വിശ്വാസിയാണ്. ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദകമലം, കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയും നീ കരുണാസാഗരമേ. ഈ പാട്ടും എഴുതുമ്പോൾ ഞാൻ ഹിന്ദുവാണ്. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. തെറ്റുന്ന കണക്കിൻ്റെ പുസ്തകം നിൻ മനസ്സ്, തെറ്റാത്ത കണക്കു തേടു ജല്ല ജലാലിന്നരുളാൽ തൽക്കാല ദുനിയ. ഈ പാട്ടെഴുതുമ്പോൾ ഞാൻ ഇസ്ലാമാണ്. എനിക്ക് മനുഷ്യനേ ഉള്ളൂ, മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ പാടുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക്, കാരണം ദീർഘമായൊരു പ്രഭാഷണം നടത്താൻ സാധ്യമല്ല, ഇവിടെ അനവധി ആളുകൾ വേദിയിലുണ്ട്. മാത്രമല്ല എൻ്റെ പ്രിയ സുഹൃത്ത് ബേബി മണക്കുന്നിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് 10 മിനിറ്റാണ്. അപ്പം അതുകൊണ്ട് ചുരുങ്ങിയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ആലപ്പുഴ നമ്മുടെ അമേരിക്കൻ മലയാളികളെക്കുറിച്ച് പറയും. അമേരിക്കൻ മലയാളികളുടെ പ്രവാസികളായിട്ടുള്ള എല്ലാ മലയാളികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ 6 പ്രാവശ്യം അമേരിക്കയിൽ പോവുകയും വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുകയും അനവധി അമേരിക്കൻ മലയാളികളുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്ത് എനിക്ക് മനസ്സിലാക്കിയുള്ളൊരു കാര്യമെന്ന് പറയാൻ ആലോചിക്കുന്നു. നമ്മളുടെ മനുഷ്യ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് 2 കാലുകളുണ്ട്. അപ്പോൾ മനുഷ്യന് 2 കാലുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് കടക്കാൻ പറ്റുന്നത്. ഒരു കാലേ ഉള്ളെങ്കിൽ നമുക്ക് ഒരു ബിന്ദുവിൽ നിന്ന് തിരിയാൻ മാത്രമേ കഴിയൂ. 2 കാലുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നത്. ഒരു കാല് മുന്നോട്ട് വെച്ചു, പിന്നെ അടുത്ത കാല് വെച്ചു, വീണ്ടും ഒരു കാല് മുന്നോട്ട് വെച്ചു, പിന്നെ അടുത്ത കാല് വെച്ചു. അങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് പുരോഗതി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ, പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ എന്താണ്? ഈ 2 കാലുകൾ, ഒന്ന് കടമയും മറ്റൊന്ന് അവകാശവുമാണ്. ഒന്ന് കടമ, എൻ്റെ കടമ നിർവഹിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കണം. ആദ്യം എൻ്റെ കടമയുടെ കാര്യം വയ്ക്കണം, പിന്നെ അവകാശത്തിൻ്റെ കാര്യം വയ്ക്കണം. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? അവകാശത്തിൻ്റെ കാലിന് മന്ത് പിടിച്ചു, കടമയുടെ കാര്യം സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും അവകാശമാണ്, ആരും കടമയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും അവകാശം പിടിച്ചു പറ്റും. അവകാശങ്ങൾ പിടിച്ചു പറ്റുമെന്ന് നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യാൻ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നിങ്ങളുടെ കടമ ചെയ്തിട്ട് വേണം. കടമ പ്രധാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കാലിൽ നിൽക്കേണ്ടി വരും. ഇതുപോലെ പ്രവാസികളായ എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇതുപോലെ തന്നെ ജീവിതത്തിൻ്റെ മനസ്സിന് 2 കാലുകളുണ്ട് മുന്നോട്ട് പോകാൻ. ഒന്ന് സ്വപ്നം, ഒന്ന് സത്യം. സ്വപ്നവും സത്യവുമാണ്. അമേരിക്കയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അമേരിക്ക സത്യമാണ്, നമ്മുടെ നാട് സ്വപ്നമാണ്. സ്വപ്നവും സത്യവും ഇടകലർന്ന് ഉള്ള ഒരു പ്രവാഹമാണ് നിങ്ങളുടെ ചിന്തകൾ. ഇത് ഞാൻ ശരിക്കും എൻ്റെ അമേരിക്കൻ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏതായാലും ഈ ഫോമയുടെ ഈ കേരളത്തിലെ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ ജോർജ് കുര്യൻ സംബന്ധിക്കുന്ന ഒരു സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. മറ്റെല്ലാ വേദിയിലിരിക്കുന്നവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷികളുമാണ്. നിങ്ങളെ എല്ലാവരെയും അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.